ഒരു മനുഷ്യന് എത്ര പല്ലുണ്ട്? ഇത് പലർക്കും അറിയാൻ പാടില്ല. ഒരു മനുഷ്യന് 52 പല്ലുണ്ട്. അപ്പം നിങ്ങൾ ചോദിക്കുക ഇതൊരു ജാതി കളിയാക്കണ പരിപാടിയാണോ എന്ന് ചോദിച്ചാൽ അല്ല, തീർച്ചയായും അല്ല. 52 പല്ലുണ്ട്. ആദ്യം 20 പല്ലാണ് വരുന്നത്. കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ മുതൽ ഏതാണ്ട് 5 വയസ്സ് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും 20 പല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞ് 6ാമത്തെ വയസ്സിലാണ് നമ്മുടെ പെർമനൻറ്റ് ടീത്ത് വരുന്നത്. അതുവരെ പാൽപ്പല്ലാണ്. അത് കഴിയുമ്പോൾ ശരിയായിട്ടുള്ള പെർമനൻറ്റ് ടീത്ത് വരും. അപ്പോൾ ആദ്യത്തെ പാൽപ്പല്ലുകൾ 20 എണ്ണവും പിന്നെ പെർമനൻ്റ് ആയിട്ടുള്ള പല്ല് 32 എണ്ണമാണ് ശരിക്കും വരേണ്ടത്. അപ്പോൾ 32 പല്ല് വരിക എന്ന് പറയുമ്പോൾ ലാസ്റ്റ് പല്ല് എന്ന് പറഞ്ഞാൽ 18 വയസ്സ് മുതൽ മുമ്പോട്ട് വരുന്ന ലാസ്റ്റ് പല്ലടക്കം വരുന്നത്. ഇനി എത്ര തരത്തിലുള്ള പല്ലുകളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ മോളാഴ്സ് അഥവാ അണപ്പല്ലെന്ന് വിളിക്കുന്ന പല്ലുകൾ ഏറ്റവും പുറകിലെ പല്ലുകളാണ്. അത് കഴിഞ്ഞാൽ പ്രീ മോളാഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളാറിന് മുമ്പിലുള്ള പല്ലുകൾ അല്ലെങ്കിൽ മുൻ അണപ്പല്ലുകൾ എന്ന് മലയാളത്തിൽ പറയാറുണ്ട്. പിന്നെ ഉളിപ്പല്ലും കോമ്പല്ലും ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഉളിപ്പല്ല് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലത്തെ 4 പല്ലുകൾ ഉളിപ്പല്ലുകൾ എന്ന് പറയും. അതിൻ്റെ തൊട്ട് പിന്നിൽ ഈ മുൻ അണപ്പല്ലിനും ഉളിപ്പല്ലിനും ഇടയ്ക്കുള്ള നമ്മുടെ കനൈൻ കടിച്ച് കീറാനൊക്കെ ഉപയോഗിക്കുന്ന ആ കനൈനെയാണ് ശരിക്കും പറഞ്ഞാൽ കോമ്പല്ല് എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ 4 തരത്തിലുള്ള പല്ലുകൾ എന്ന് പറഞ്ഞാൽ ഉളിപ്പല്ല്, കോമ്പല്ല്, മുൻ അണപ്പല്ല്, ഇങ്ങനെ 4 തരത്തിലുള്ള പല്ലുകളാണ് നമുക്കുള്ളത്. ഉളിപ്പല്ലുകൾ നമുക്ക് മുകളിലും താഴെയായിട്ട് നമുക്ക് 8 എണ്ണം ഉണ്ട്. കോമ്പല്ലുകൾ 4 എണ്ണം ഉണ്ട്. അതുപോലെ തന്നെ മുൻ അണപ്പല്ലുകൾ 8 എണ്ണം ഉണ്ട്. പിന്നെ അണപ്പല്ലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറകിലത്തെ പല്ലുകൾ നമുക്ക് സാധാരണ 6 12 എണ്ണമാണ് നമുക്കുള്ളത്. അപ്പോൾ ഈ അണപ്പല്ലുകൾ പലപ്പോഴും ലാസ്റ്റ് അണപ്പല്ല് അഥവാ വിസ്ഡം ടൂത്ത് എന്നാണ് അറിയപ്പെടുന്നത്. ഏറ്റവും അവസാനത്തെ ഞങ്ങൾ എയ്റ്റ്സ് എന്ന് പറയും, അല്ലെങ്കിൽ വിസ്ഡം ടൂത്ത് എന്ന് പറയും. 8ാമത്തെ പല്ല്, ഓരോ സൈഡിലെ 8ാമത്തെ പല്ലിനെയാണ് അതിനെയാണ് നമ്മൾ സാധാരണ വിസ്ഡം ടൂത്ത് എന്ന് വിളിക്കുന്നത്. അത് 18 വയസ്സിന് ശേഷം വരുന്നതുകൊണ്ടാണ്, അഥവാ അറിവൊക്കെ ആയതിന് ശേഷം വരുന്ന പല്ലായതുകൊണ്ടാണ് അറിവിൻ്റെ പല്ല് അഥവാ വിസ്ഡം ടൂത്ത് എന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ ഇതുപോലെയാണ് പല്ലുകളുടെ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ പലപ്പോഴും അണപ്പല്ല് നഷ്ടപ്പെട്ടാൽ കുഴപ്പമാണെന്ന് പറയുമ്പോൾ ഈ വിസ്ഡം ടൂത്ത് ആണോ നഷ്ടപ്പെടുന്നതെന്ന് പറയുന്നത് ഏറ്റവും പുറകിലുള്ള ചില ഭാഷയിലൊക്കെ പറഞ്ഞ കോട്ടിലെ അണപ്പല്ല് എന്ന് പറയുന്ന ആ അണപ്പല്ലാണ് ബേസിക്കലി വിസ്ഡം ടൂത്ത്. ലാസ്റ്റ് പല്ല് 8ാമത്തെ പല്ലാണ്. അപ്പോൾ മുന്നിൽ നിന്ന് എണ്ണുകയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ടിലത്തെ പല്ലിൽ നിന്ന് എണ്ണുകയാണെങ്കിൽ 8ാമത്തെ പല്ലാണ്. ഓരോ സൈഡിലുമുള്ള 8ാമത്തെ ലാസ്റ്റ് പല്ല് ആണ് വിസ്ഡം ടൂത്ത്. ഈ വിസ്ഡം ടൂത്ത് പലർക്കും വരാറില്ല. ചിലർക്ക് വന്നാൽ അത് ചെരിഞ്ഞാണ് വരാറ്, ചിലർക്കത് ചെറുതായിട്ടാണ് വരാറ്. ഇത് ബ്രഷ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് പലരെയും പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത് ഇത് ചവയ്ക്കാൻ കൊള്ളില്ലാത്ത പല്ലെന്നാണ്. പക്ഷേ ശരിയായിട്ട് ഇറപ്റ്റ് ചെയ്ത് ഇപ്പോൾ എൻ്റെ വായിലൊക്കെ വിസ്ഡം ടൂത്ത് അവിടെ ഉണ്ട്. വർഷങ്ങളായിട്ട് അത് അവിടെ വന്നിട്ട് 18 വയസ്സിൽ വന്നു. ഇത്രയും കാലമായിട്ട് ഒരു കുഴപ്പമില്ലാതിരിപ്പുണ്ട്. അപ്പോൾ വിസ്ഡം ടൂത്ത് തന്നെ ഒരു കുഴപ്പക്കാരനൊന്നുമല്ല. അത് വെച്ച് ചവയ്ക്കണേനൊന്നും തടസ്സമില്ല. പലർക്കും നമുക്ക് പല്ല് വെക്കാനൊക്കെ വരുമ്പോൾ വിസ്ഡം ടൂത്ത് അതിലേക്ക് കണക്ട് ചെയ്തൊക്കെ പല്ല് വെച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിസ്ഡം ടൂത്ത് ഇല്ല അല്ലെങ്കിൽ വിസ്ഡം ടൂത്ത് ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഒരു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇല്ലെങ്കിലും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ പക്ഷേ വിസ്ഡം ടൂത്ത് എല്ലാം പറിച്ച് കളയണമെന്ന് പറയണതും ശരിയല്ല. അപ്പോൾ അതുകൊണ്ട് അണപ്പല്ലുകളും മുന്നണപ്പല്ലുകളും അതോടൊപ്പം തന്നെ ഉളിപ്പല്ലും കോമ്പല്ലും എല്ലാം നമ്മുടെ പല്ല് ചവച്ചരച്ച് ഭക്ഷണം കഴിക്കാനും ചിരിക്കാനും ഒക്കെ വളരെയധികം നല്ല കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇനി മുതൽ പല്ലുകളെ പറ്റി പറയുമ്പോൾ സംശയമുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുക. എല്ലാവർക്കും അയച്ചാൽ കുട്ടികളടക്കം എല്ലാവർക്കും ഇത് അയച്ചു കൊടുക്കുക. എന്തെല്ലാം തരത്തിലുള്ള പല്ലുകളുണ്ടെന്നും പല്ലുകളുടെയൊക്കെ പേരെന്താണെന്നും മലയാളത്തിൽ ഇതിൻ്റെ പേരെന്താണെന്നൊക്കെ പലർക്കും ഇൻസൈസേഴ്സ്, ഇപ്പോൾ ഉളിപ്പല്ലുകൾ ഇൻസൈസേഴ്സ് ആണെന്നും അല്ലെങ്കിൽ ലാറ്ററൽ ഇൻസൈസർ ആണെന്നും അത് കഴിഞ്ഞാൽ കോമ്പലിൻ്റെ പേര് കനൈൻ ആണെന്നൊക്കെ ഇംഗ്ലീഷിലറിയാം. പക്ഷേ പലപ്പോഴും മലയാളത്തിലെ പേരുകളൊന്നും അറിയില്ല. അങ്ങനെയൊക്കെ അറിയാൻ വേണ്ടി ഈ പല്ല് ഡോക്ടർ എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്.